1971 അമേരിക്കയുടെ ടെക്സസിൽ ഒരു കുഞ്ഞു ജനിച്ചു. ഡേവിഡ് ഫിലിപ്പ് വെട്ടർ. ജനിച്ച ഉടൻ തന്നെ ഡോക്ടർമാർ അവനെ ഒരു പ്രത്യേക പ്ലാസ്റ്റിക് കൂടാരത്തിനുള്ളിലാക്കി. കാരണം അവൻ ജനിച്ചത് സെവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന അപൂർവ രോഗത്തോടുകൂടിയാണ്. അതായത് അവന് സാധാരണ ആളുകളെ പോലെയുള്ള പ്രതിരോധശേഷി ഒട്ടും തന്നെ ഇല്ലായിരുന്നു. പുറത്തുനിന്നുള്ള ഒരു അണുബാധ പോലും അവന്റെ മരണകാരണമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം ആ കുമിളയ്ക്കുള്ളിൽ മാത്രമായിരുന്നു. ആ കുമിളയ്ക്കുള്ളിൽ നിന്നുമാണ് അവൻ ഈ ലോകത്തെ കണ്ടത്. ഭക്ഷണം, വെള്ളം, കളിപ്പാട്ടങ്ങൾ എല്ലാം അണുവിമുക്തമാക്കിയ ശേഷം മാത്രമാണ് അവന് കൊടുത്തിരുന്നത്. അതിനേക്കാൾ ഏറെ വിഷമമുണ്ടാക്കിയത് അവന്റെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരിക്കോ പോലും അവനെ ഒന്ന് നേരിട്ട് തൊടുവാനോ ചേർത്ത് പിടിക്കുവാനോ പോലും കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ആ കുഞ്ഞൊന്ന് കരഞ്ഞാൽ പോലും ഒന്ന് ചേർത്ത് പിടിച്ച് അവനെ സ്നേഹിക്കുവാനോ അവന് ആശ്വാസം നൽകുവാനോ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവനെ സ്നേഹിക്കുവാൻ ഒരുപാട് പേരുണ്ടായിട്ടും അവനൊരു ഒറ്റപ്പെട്ട ലോകത്ത് തനിച്ചിരിക്കേണ്ടി വന്നു. ഡേവിഡിന്റെ ബാല്യം കളികളും സ്നേഹവും വേണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവനുണ്ടായിരുന്നത് ഒരു ബബിളിനുള്ളിലെ ഏകാന്ത ജീവിതം മാത്രം. ഡേവിഡ് അതീവ ബുദ്ധിമാനും കൗതുകമുള്ള കുട്ടിയുമായിരുന്നു. അവൻ വളർന്നു വലുതാകും തോറും സാധാരണ കുട്ടികളെ പോലെ അവൻ ആകാശത്ത് പറക്കണം, സുഹൃത്തുക്കളോടൊപ്പം പുറത്തു കളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. അതിനുവേണ്ടി ആ കുഞ്ഞു മനസ്സ് ഒരുപാട് കരയുകയും വാശി പിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്ത് പ്രയോജനം? ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർക്കുക മാത്രമായിരുന്നു അവന് സാധിച്ചിരുന്നത്. ആ കുഞ്ഞിന്റെ ജീവിതം അവന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിയെയും പോലെ തന്നെ ആ ദേശക്കാർക്കും ഒരു വേദന തന്നെയായിരുന്നു. ആ വേദനയ്ക്ക് ഒരു താൽക്കാലിക പരിഹാരമായി നാസ അവനൊരു സ്പേസ് സ്യൂട്ട് പോലെയുള്ള പ്രത്യേക വസ്ത്രം നിർമ്മിച്ചു നൽകി. അങ്ങനെ അവന് ഇടയ്ക്കൊക്കെ പുറത്തുപോയി നടക്കുവാൻ കഴിഞ്ഞു. അതവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു. അവന്റെ ജീവിതം അങ്ങനെ 12 വർഷം തുടർന്നു. വർഷങ്ങൾക്കിപ്പുറം ഡേവിഡിന്റെ രോഗത്തിന് ഒരു ചികിത്സ കണ്ടെത്തുവാൻ ഡോക്ടർമാർ ശ്രമിച്ചു. അങ്ങനെ അവർ ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുവാൻ തീരുമാനിച്ചു. അവന്റെ സഹോദരിയുടെ മജ്ജ ഡേവിഡിന് അനുയോജ്യമായിരുന്നു. എല്ലാം ശരിയാകുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവന്റെ ശരീരത്തിൽ അണുബാധയുണ്ടായി. ഒടുവിൽ 1984 ആ കുഞ്ഞു ജീവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഡേവിഡിന്റെ മരണം ലോകത്തിന് ഒരു വലിയ പാഠമായിരുന്നു. മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്ക് അത് പുതിയ വഴി തുറന്നു. ഒരുപാട് വേദനിച്ചെങ്കിലും അവന്റെ ജീവിതം വൈദ്യശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകി. പുറം ലോകം കാണാതെ, ആരുടെയെങ്കിലും സ്പർശനമറിയാതെ ആ കുഞ്ഞു മനസ്സ് അനുഭവിച്ച വേദനകൾക്ക് മുന്നിൽ നമ്മുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമാകും. ഡേവിഡ് ഫിലിപ്പ് വെറ്റർ എന്ന ബബിൾ ബോയ് ഒരു ദുരന്ത കഥയുടെ നായകനാണെങ്കിലും അവന്റെ ജീവിതം സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായി ഇന്നും നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഈ ഒരു ജീവിതത്തെ ആസ്പദമാക്കി ദ ബോയ് ഇൻ ദ പ്ലാസ്റ്റിക് ബബിൾ എന്ന ചിത്രം 1976 പുറത്തിറങ്ങിയിട്ടുണ്ട്.